രശ്മി ഇനി ഞാനായിട്ട് വിളമ്പി തരേണ്ടി വരും. തീർച്ചയായിട്ടും എടുക്കാം. സ്പൂണും കൂടെ എടുത്തിട്ട് സെയിം ടേസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. സെയിം. അപ്പൊ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ. ഇത്രയൊക്കെ മതി നമുക്ക്. ഇന്നത്തെ പക്ഷെ ഞങ്ങൾ കളർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ ആ ഒരു റെഡിഷ് കളർ കിട്ടില്ല. അല്ലെങ്കിൽ അത് ഹെൽത്തി അല്ലല്ലോ. അതെ, ബാക്കിയെല്ലാം ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം. അതെ, തീർച്ചയായിട്ടും. വീട്ടിലെ ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ രശ്മി? അച്ഛന് കൂടുതൽ ഇഷ്ടം ബീഫൊക്കെയാ. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പൊ തരക്കേടില്ലാതെ ഉണ്ടാക്കൂലേ? തരക്കേടില്ലാതെ കഴിക്കും. രണ്ടുമുണ്ട്. എന്നാ ബീഫ് ഒലത്തുന്നാന്നോ ഇഷ്ടം? എനിക്ക് ഡ്രൈ ആയിട്ടുള്ള എനിക്കൊന്ന് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബീഫ് ഒലത്തുന്ന ശരിക്കും എനിക്ക് തോന്നാൻ ഞാൻ ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളൊക്കെ വീട്ടിൽ എനിക്ക് തോന്നുന്നു വീട്ടിനകത്ത് പച്ചക്കറി കുറവാണ്. ഇവർക്ക് അച്ഛനും മക്കൾക്കും പച്ചക്കറി കഴിക്കുന്ന വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ തോരൻ വെക്കുന്നൊക്കെ കുറവാണ്. പകരം സാലഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. സാലഡ് ഉണ്ട് മിക്ക ക്രിസ്ത്യൻസ് വീട്ടിലുണ്ട് ഇല്ലേ? നമുക്ക് ഈ പച്ചക്കറി റെയറായി ഒരു ചുമന്ന മീൻകറിയും ഒരു ബീഫ് ഒലത്തിയത് ഒരു കാച്ചിമോരും ഇതാണ് കറക്റ്റ് ഇവരുടെ മെനു. അതാ കണ്ടോ, ഇതിനത്ര നമുക്ക് വേറെ ഒന്നും വേണ്ട. സദ്യയൊക്കെ തിന്നാൻ പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടാ. എന്നാൽ അറ്റത്തൊരു ഇച്ചിരി എല്ലാം എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാ. സദ്യയൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ അങ്ങനെ ശീലമില്ലല്ലോ. ഒരു കാച്ചിമോരും ബീഫ് കറി ഉണ്ടെങ്കിൽ അതന്നെ നമുക്ക് ജനിച്ച് വീഴുമ്പോൾ ഇത് തന്നെയാ കണ്ടു വളരുന്നത് അല്ലേ? ഈ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒരു ചീര മെഴുക്കുവരട്ടി പോലെ മശക്കെന്നൊക്കെ പറയത്തില്ല. എന്ന് വെച്ചാൽ തൈരും കൂട്ടി ഒരു കഷ്ണം അത്രയൊക്കെ ഉള്ളൂ. വെജിറ്റേറിയൻ റേർ. എന്റെ മക്കള് നാട്ടിൽ പോകുമ്പോ അപ്പൊ അമ്മ എന്നോട് പറയും, ഇല്ല അമ്മേന്റെ സൈഡിൽ വന്നാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ എല്ലാം സദ്യയായിരിക്കും. അപ്പൊ അവർക്ക് പച്ചക്കറിയോട് വലിയ താല്പര്യമില്ലല്ലോ. അപ്പൊ അവൻ പറയും നമുക്ക് ഇപ്പുറത്തോട്ട് പോകും, അപ്പൊ അവിടെ ആകുമ്പോ എല്ലാം നോൺ വെജ് കിട്ടുമല്ലോ. അവന് അവിടെ ചെല്ലുമ്പോ അമ്മച്ചിയൊക്കെ എല്ലാം. ഇവിടെ അച്ഛൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വരുമ്പോ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ നോൺ വെജും റെഡി ആയിരിക്കും. എല്ലാവർക്കും അത് തന്നെയല്ലേ ഇഷ്ടം. പിന്നെ ചുമ്മാ പച്ചക്കറി പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷെ എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ വീട്ടില് ഞാൻ അച്ഛനും അമ്മയും വരുമ്പം ഉണ്ടാക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന ഒരുമാതിരി ബോറ ഏർപ്പാടാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും വരുമ്പോ എന്റെ അമ്മ നല്ലൊരു കുക്കാ. അപ്പൊ അമ്മ അവിയല് ഓലനൊക്കെ വെക്കുമ്പോൾ ഇവർക്ക് നോൺ വെജ് വെച്ചു കൊടുക്കും. അപ്പൊ ഞാനും അമ്മയും അച്ഛനും ഇരുന്നിട്ട് ഇത്യാദി പച്ചക്കറികളെല്ലാം തീർക്കും. മരുമോൻ എന്നത് ആദ്യം അമ്മ ഉണ്ടാക്കി കൊടുത്തേ? മരുമോനെ ഗ്രീറ്റ് ചെയ്തത് എങ്ങനെയാ? ചിക്കൻ കറിയോ? ആദ്യം ഉണ്ടാക്കി തന്ന പഴംപൊരിയാ. വീട്ടിൽ വന്നപ്പോ നോൺ വെജ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ അമ്മ ക്ഷമിച്ചേ കേട്ടോ, മരുമോൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. നോൺ വെജ് നോൺ വെജ് മാത്രം. അമ്മയോട് അപ്രീഷിയേറ്റ് ചെയ്തോ? അമ്മ നല്ല ഫുഡ് എന്നുവെച്ചാൽ പറയും, അമ്മ ഇങ്ങനെ 24 മണിക്കൂറും ഭക്ഷണം ഉണ്ടാക്കി തീറ്റിക്കല്ലേ എന്ന് പറയും. നല്ലല്ലേ, അതൊരു സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയുടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തിന്ന് തിന്ന് ഞാൻ ഒരു പരിവായി എന്ന് പറയും. പാചകം ചെയ്യോ വീട്ടില് രശ്മി? ചില സമയം പാചകം മാത്രം ഇല്ല, പാചകം ഇല്ല. പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് രശ്മി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു തക്കാളി ചമ്മന്തി കേട്ടോ. അതിൽ എന്ത് ഇൻഗ്രീഡിയന്റ് ആണ് ഇല്ലാതിരുന്നതെന്ന് പുള്ളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ നാവ് നല്ല രുചിയൊക്കെ അതുകൊണ്ടൊന്നല്ല, അതില് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ളത് ആർക്കും പറയാലോ. രശ്മി ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞോട്ടോ. അതേണ്ട നടക്കുന്ന രശ്മി ആദ്യമായിട്ട് വെച്ചൊരു സാധനേ. ഞാൻ ദോശക്ക് ചമ്മന്തി ഉണ്ടാക്കി. അപ്പൊ തക്കാളി ആവുമ്പം പുളി വേണ്ടല്ലോ എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മളന്ന് പാചകം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ പുളി ഇട്ടില്ല, തക്കാളിയുടെ പുളി മതിയല്ലോ. അതിൽ വെച്ച് അതേ സ്പീഡ് തുപ്പല്. അതോടെ നമ്മള് തകർന്നു. എന്നിട്ട് അതിൽ ഞാൻ പിടിച്ച് കേറി. വിട്ടുകൊടുത്തില്ല. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും. അത് ശരി. പിന്നെ അല്ല കണ്ട ആ ഒരൊറ്റ തുപ്പലിന്റെ കാര്യം പഠിച്ചു കൊച്ച്. അത് ആദ്യമായിട്ടൊക്കെ ചെയ്ത് വിഷമായില്ലേ രശ്മി? ശരിക്കും ഫീൽ ചെയ്യും. കാരണം അത്രേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക് അതുവരെ അമ്മയൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടൻ അമ്മയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ആദ്യമായി പരീക്ഷണാർത്ഥം, കാരണം ഇവര് വെക്കാത്ത എന്തെങ്കിലും വെച്ചിട്ട് ഇംപ്രസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ദോശയ്ക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ വിട്ടോടി അമ്മ ഇല്ല ചായ തക്കാളി പുളി മതി, മറ്റേ പുളി വേണ്ട. ഉടനെ എന്റെ അമ്മയെ വിളിച്ചു, അമ്മേ തക്കാളി ചമ്മന്തിയിൽ പുളി ഇടുവോ? ഇടും മോനെ. തീർന്നു, അവിടെ തീർന്നു. ഇപ്പം സാർ ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അന്വേഷിച്ച് പോവാറുണ്ടെന്നാണ് രശ്മി. പോ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ച് എന്താ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാരെയും കൂട്ടിയിട്ട്, അത് സിനിമയായാലും ഫുഡായാലും. പുള്ളി ഇപ്പൊ ഞങ്ങള് മിക്കവാറും പോകുന്ന ഫാമിലി ആയിട്ടാ പോവുക. അല്ലാതെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ആ ഫിലിം ഭയങ്കര ഇഷ്ടമായാലും പുള്ളിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യും തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ രണ്ടാമതും വരും. ഇപ്പം സീരിയലിൽ വർക്ക് ചെയ്തു സാർ, അതേപോലെ ഫിലിമിലും. അതിന്റെ രണ്ടിന്റെ ഒരു വ്യത്യാസം, അതായത് വ്യൂവർ എന്ന നിലയ്ക്ക് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിനിമ
ഇതിപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓരോ ഡയറക്ടറുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു വീട്ടമ്മ നിലയ്ക്ക് ഞാൻ ചോദിക്കും, വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് സീരിയലിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ലാഭമേ ഉള്ളൂ. മേക്കിംഗിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും ഒരിക്കലും സിനിമയുടെ ഒരു ലെവലിലേക്കൊന്നും നമുക്ക് സീരിയൽ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര് സീരിയലുണ്ടെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ സിനിമ ചെയ്യുന്ന പോലെ അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫ്രീ ആയിട്ട് ആ സിനിമ സീരിയൽ ചെയ്യുന്നത്. സിനിമ ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ വലിച്ചു കൊണ്ടുവന്ന് കാണിക്കുക എന്നാണ്. അപ്പം രണ്ടിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ സീനിൻ്റെ എണ്ണം കുറയും. സിനിമ വരുമ്പോൾ സീനിൻ്റെ എണ്ണം കുറയും, സീരിയലിൽ എണ്ണം കൂടും. കാര്യം ഒരു ദിവസം ഇത്ര എപ്പിസോഡ്, നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എപ്പിസോഡ് തയ്ച്ചാൽ മതി. ഇപ്പോൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3, 4 ഒക്കെ ചെയ്യണമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടലി നമ്മുടെ വർക്കിങ്ങിൻ്റെ പാറ്റേണൊക്കെ മാറും, സ്പീഡ് കൂടും, സ്ട്രെസ് കൂടും. പിന്നെ വീടിനകത്തുള്ള കഥകളായിരിക്കുമല്ലോ കൂടുതലും സീരിയൽ നോക്കും. പക്ഷെ നമുക്ക് ഹിന്ദി സീരിയൽസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സീരിയലായിട്ട് ഒത്തിരി ബഡ്ജറ്റിന്റെ വ്യത്യാസമുണ്ടല്ലോ ഭീകരമായിട്ട്. അതാ അല്ലേ റിസ്ട്രിക്റ്റഡ് ബഡ്ജറ്റിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കുറയല്ലേ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് ആ കാണുമ്പോൾ വിഷ്വൽ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഹിന്ദി സീരിയൽ കാണുന്ന പോലെ അല്ല നമ്മുടെ മലയാളം സീരിയൽ. അവിടെ കോസ്റ്റ്യൂംസ് അവർക്ക് സ്പോൺസേർഡ് ആണല്ലോ. ഇവിടെ ആർട്ടിസ്റ്റുകൾ സ്വന്തം കൈ നിട്ടിട്ട് വേണം കോസ്റ്റ്യൂം വാങ്ങിച്ചോണ്ട് വരാൻ. അപ്പൊ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പൊ ഇത്രയൊക്കെ മതി. അതാ ഇപ്പൊ ഈ സീരിയലിൽ രശ്മി വർക്ക് ചെയ്തപ്പോ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യില്ലേ? എപ്പോഴെങ്കിലും രശ്മി വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്കൊന്നുമില്ല, ഇച്ചിരി ആക്ഷൻ തന്നെ ഞാൻ ചിരിക്കാൻ തുടങ്ങും. വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്ത ശേഷം വഴക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അത്ര പിടിക്കാണോ? തമ്പുരാനെ കല്യാണത്തിന് മുന്നേ കാര്യം മനസ്സിലാക്കും, പ്രേക്ഷകരും മൊത്തം കേട്ടോണ്ടിരിക്കുവാണ്. കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ആൾക്കാരെ മുമ്പ് ഐസാക്ക് എന്ന് കേട്ടിട്ടില്ല. അപ്പഴേ ഞാൻ തീരുമാനിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ണൂരാ. അപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ കൂടുതൽ ഒരു കണ്ണൂർ സ്ലാങ് വരുമല്ലോ, എത്ര ശ്രദ്ധിച്ച് നമ്മൾ ഡയലോഗ് പറഞ്ഞാലും. അപ്പൊ എല്ലാരും മുമ്പ് തൊട്ട് എന്നെ കളിയാക്കും. വഴക്കില്ല. അപ്പൊ വെച്ചാൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നല്ലോ. അപ്പൊ സ്ക്രിപ്റ്റിൽ ഓരോന്നൊക്കെ പറയുമ്പോ എല്ലാരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സോഫ്റ്റ് കോൺട്രോൾ ഉള്ളതുകൊണ്ട് അത്ര അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. സോഫ്റ്റ് കോർണർ ഒന്നും ഇല്ലായിരുന്നു. കാരണം തുടക്കത്തിൽ രശ്മിയുടെ ഫോട്ടോസ് നമ്മൾ ആർട്ടിസ്റ്റ് സെലക്ഷൻ വന്നപ്പോൾ രശ്മിയുടെ ഫോട്ടോ, പൂർണിമ, ഇപ്പം ഇന്ദിര പൂർണിമയുടെ ഫോട്ടോ, മായ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വന്നു. അപ്പോൾ തിലകൻ ചേട്ടൻ 2 മക്കളായിട്ട് 2 പെൺകുട്ടികൾ വേണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ രശ്മിയുടെ ഫോട്ടോ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ രശ്മിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നില്ല. ആ പറഞ്ഞ അതേ എക്സ്പ്രഷൻ. പിന്നെ രാജീവേട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബോബന്റെ ഫോട്ടോ എടുത്ത് ഈ കൊച്ച് ഇങ്ങനെ ഇട്ടത് ആ എക്സ്പ്രഷനോടെ പറയണം. അതാണ് ആ എടുത്തറിഞ്ഞ കൊച്ചു തന്നെ ഇങ്ങോട്ടേക്ക് ജീവിതകാലം തന്നെ. അല്ല ഈ പറയുന്നല്ലോ രശ്മി ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ തന്നെ അനുഭവിച്ചോ മറ്റേ മറിച്ചാന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ അങ്ങനെ അല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബേസിക് ക്യാരക്ടർ നല്ലൊരു വീട്ടമ്മയാ അല്ലേ, നല്ലൊരു ഭാര്യ അല്ലേ. അതാ വീട്ടുകാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും. പിന്നെ അതുകൊണ്ടല്ലേ ഈ 15 കൊല്ലം ഇങ്ങനെ ഉരുണ്ടൊക്കെ പോയത്. ഈ മോൻ ഡയറക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയോ? മോൻ അങ്ങനെ ഡയറക്ഷൻ ഫീൽഡിലേക്കൊന്നും ഇറങ്ങിയില്ല. അവനൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ എന്നുവെച്ചാൽ അവന് ഇതിനോട് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ട്. അന്നേരം ഇപ്പം യൂത്തിന്റെ ഇടയിൽ ഒരു പൊതുവെ ഒരു ഷോർട്ട് ഫിലിം കളിയുണ്ട്. അതിന്റെ ഒരു ക്രേസ് മാത്രമല്ല കുട്ടികൾക്ക് അതൊരു, ഞങ്ങളൊക്കെ ഒരു വീഡിയോ പോയിട്ട് ഒരു ക്യാമറ, നമ്മുടെയൊക്കെ ആ ഒരു പ്രായത്തിലെ ഒരു ക്യാമറ പോലും, ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമ്മൾ കിടന്ന് കഷ്ടപ്പെടാം. കാര്യം ഫിലിം വാങ്ങണം, അതുകൊണ്ട് വാഷ് ചെയ്യണം. ഇന്നത്തെ കുട്ടികൾക്ക് ടെക്നോളജി ഇത്രയും വളർന്നുണ്ട്, അവരുടെ മൊബൈലിൽ വേണമെങ്കിലും വിഷ്വൽസ് എടുക്കാം. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സംഭവമാണ്. ഷോർട്ട് ഫിലിംസ് ഒരുപാട് നല്ല ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. ഒരുപാട് ഞാൻ ഈ ഫെഫ്കയുടെ ഗ്രൂപ്പിലെ ഷായിച്ചേട്ടൻ അറിയാൻ വേണ്ടിട്ട് വിട്ടെന്നേ ഉള്ളൂ. അല്ലാതെ എന്തായാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇഷ്ടമാ. അത് ശരിയാ. ഇപ്പൊ ഈ ചെറിയ ക്യാമറ ആയാലും മറ്റേ മൊബൈലിലും ഒക്കെ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യണം എന്ന്? എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. നല്ലൊരു നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു സംഭവം കിട്ടണം. നല്ലൊരു ഷോർട്ട് ഫിലിം ആയിട്ട് തന്നെയല്ല ഞാൻ പറയാം. ഇപ്പോഴത്തെ മൂവീസ് പോലും നമ്മളെ പോലെ ക്യാമറ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാം മ്യൂസിക്കോ അങ്ങനെ ചെയ്യാൻ അതുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടമാണോ ചെയ്യാൻ? അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നാൽ നമുക്ക് ചെയ്യണം. സബ്ജക്ട് ബേസ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെന്റ് എപ്പോഴും സബ്ജക്ട് ബേസ് ആണല്ലോ. ഇപ്പോൾ റോഡ് മൂവി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല നമ്മളൊരു കുടുംബ സിനിമ ചെയ്യുമ്പോൾ. എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ശരി. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിനോടാണ് ശരിക്കും ഒരു ബാക്ക് ബോൺ ഓഫ് ദി ഫിലിം. ഉറപ്പായിട്ടും
സ്ക്രിപ്റ്റ് വന്നാൽ മാത്രമേ ബാക്കി എന്തും വരുള്ളൂ. അതിൻ്റെ മുകളിലെ ബാക്കി ചിന്തകളെല്ലാം വരുന്നത്. ബാക്ക് ബോൺ ഓഫ് ദ ഫിലിം സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ റോമൻസിന് വേണ്ടി അത്രയും റോമൻസ് ഫോർ എക്സാമ്പിൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത വരുമ്പം നമുക്കൊരു സീൻ ഇപ്പം കിട്ടിയാൽ എങ്ങനെയും ചെയ്യാം അല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നെ ചെയ്യാം എന്ന് പറയുന്ന പോലെ ഒരു ഡയറക്ടറുടെ പാറ്റേണിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇന്ന ആളുടെ ഡയറക്ഷൻ എന്ന് കാണുമ്പോൾ കൈയടി കണ്ടിട്ടുള്ള ഞാൻ ഷാജി കൈലാസ് എന്ന് കാണുമ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടുണ്ട്. അതൊരു സംവിധായകൻ്റെ കഴിവാണ് അല്ലേ. അല്ല, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. എനിക്കെന്ന് മാത്രമല്ല എല്ലാ ഡയറക്ടർമാർക്കും ഉണ്ടാവും. കാര്യം എല്ലാവരും അവരവരുടെ കാലിബർ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. പുതിയ സ്ക്രിപ്റ്റിന്റെ വർക്ക് ആരാ ചെയ്യുന്നത്? വൈ വി രാജേഷ്, റോമൻസ് എഴുതിയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു കോമ്പറ്റീഷൻ അത് ഞങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടല്ലോ. ഈ കഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലിരിക്കുമ്പോൾ അടിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വഴക്ക് നടക്കുകയായിരിക്കും. സംഭവം ഇതാ എന്തെങ്കിലും ഒരു സാധനത്തിന് രണ്ടുപേരും കൺവിൻസ് ആവാതെ അത് ഓക്കെ ആവില്ലല്ലോ. അപ്പൊ അതിന്റെ ന്യായീകരണം ഒരു സൈഡിൽ ചേട്ടനായിരുന്നു നല്ല അടിയാ. അല്ല, അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഹോംവർക്കോട് കൂടി ബെറ്റർ ആയെന്ന് വെച്ചോ. പക്ഷേ ഇത് നമ്മുടെ ഡിസ്കഷന്റെ പുറത്താണ് നമ്മൾ ഫുൾ കോൺഫിഡന്റ് വിത്ത് സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് ഒരു ഡയറക്ടറിന്റെ റോള് വരുന്നത്. അപ്പൊ ഇതിനെക്കാട്ടിലും അപ്പുറമാക്കണ്ടേ? അപ്പൊ പിന്നെ ഡയറക്ടറിന് എത്രയായാലും ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും. ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാ വർക്ക് ചെയ്യാൻ? കൊടൈക്കനാൽ. രശ്മിക? ഓക്കെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കൊണ്ടുപോകുന്നിടത്ത് പോയി ജോലി ചെയ്തല്ലേ പെട്ടെന്ന് തീർന്നിട്ട് വീട്ടിലേക്ക് വരാവുന്ന അടുത്തുള്ള കൊടൈക്കനാലിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, നമുക്കൊരു ഹിറ്റ് തന്ന ലൊക്കേഷൻ. കാരണം ബേസിക്കലി നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിനൊക്കെ പറയുവാണെങ്കിൽ നമ്മളെ എവിടെ കൊണ്ടുപോയിട്ട് ജോലി ചെയ്യിക്കുന്നത് അവിടെ ജോലി തരുന്ന ക്യാരക്ടേഴ്സ് മര്യാദക്ക് ചെയ്ത് തിരിച്ചു വരും. അതാണ് സത്യം. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അങ്ങനെ വല്ല ഫോട്ടോഗ്രാഫി അങ്ങനെ? മൂത്താൾ അഭിനയിക്കും. മങ്കിപ്പനിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കഴിഞ്ഞ പടത്തിൽ ഹാപ്പി ജേണിയിൽ ജയസൂര്യയുടെ ചൈൽഡ്ഹുഡ് ചെയ്തത് മൂത്താള. ഓ, അത് ശരി. അടുത്ത പോലെ ഒരു നല്ല ഓഫർ വന്നാൽ രശ്മി എന്ത് ചെയ്യും? ഇല്ല, 10 ചെയ്യട്ടെ രശ്മി പ്ലീസ്. നല്ലൊരു ഓഫർ അവന് മിസ് ചെയ്യാൻ പറ്റാത്ത അവനോട് ചോദിക്കും. മോളെ 10ാം ക്ലാസ് ആണെന്നും കൂടെ പുറത്തിട്ട് പറയാം. 10ാം ക്ലാസ് അതുകൊണ്ട് അവനോട് അറിയാലോ. 10ാം ക്ലാസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മോനെ 10th 11th 12th ആദ്യം ബേസിക് എഡ്യൂക്കേഷൻ വേണം. സ്കൂളിൽ എന്തായാലും വിടത്തില്ല. ബേസിക് എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. നമ്മൾ ഇതിലേക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു ബേസ് ആവശ്യമാണ്. താല്പര്യമൊക്കെയാണ്. ചെറിയ ആള് ആയിട്ടില്ലല്ലോ, അവന് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ടൈം ആയിട്ടില്ല. കണ്ടപ്പോ പറഞ്ഞു അതൊക്കെ ഇഷ്ടമാണ്. ക്ലാസ്സിൽ പോയി ജാടയൊക്കെ ഇറങ്ങി കാണുന്നത് എന്റെ ചേട്ടനാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അച്ഛന്റെ സിനിമയിൽ വേഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അച്ഛനോട് പറയാം. 1-2 ഫോട്ടോസ് ഒക്കെ കൊടുത്തു, അച്ഛ അടുത്ത സിനിമയിൽ ഈ 2 കുട്ടികൾക്ക് വേഷം കൊടുക്കണം കേട്ടോ. പിന്നെടാ മോനെ, ഇവരെ അഭിനയിപ്പിച്ച പറ്റിയൊരു താങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഹാപ്പിയാ. ശരിയാ, രശ്മി കഴിക്കാൻ കേട്ടോ. ഞാൻ പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കഴിച്ചു. അച്ഛനോട് സംസാരിക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്റെ പണി തീർത്തു. ഉണ്ടാക്കിയ ആളെ ടേസ്റ്റ് നോക്കിയില്ലേ? അതെന്താ പറയാ രശ്മി, ഞാൻ സത്യം പറയട്ടെ. ഇപ്പൊ രശ്മി ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുവാന്ന് വെച്ചോ, നമ്മൾ തന്നെയാ ചെയ്യുന്നതെന്ന് വെച്ചോ, നമ്മളത് അപ്പൊ എനിക്ക് പാത്രത്തോടെ തിന്നാലോ. സൈസ് കണ്ടാ അറിയാൻ മേലല്ലേ രശ്മി, നമ്മളാരും ഇങ്ങനെ ഒഫീഷ്യലായിട്ട് തിന്നാൻ ഇച്ചിരി പുറകോട്ടാ. ഞങ്ങളെ ഒന്ന് വേയാൻ വിട്ട അതെ സമാധാനം. കണ്ണുകളൊന്നും ഇല്ലാതെ വേറെ ആരും പാടില്ല. എങ്കിൽ പിന്നെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ കഴിക്കും. അത് ശരിക്കും പറഞ്ഞാൽ പറയാം, ഞങ്ങളെല്ലാ മിക്ക സ്ത്രീകൾക്കും അങ്ങനെ ഉള്ളതാന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ കഴിയുന്നതും പാഴ്സൽ വാങ്ങിച്ച് ഹോം ഡെലിവറി വീട്ടിൽ കൊണ്ടുവന്ന അത്രയും സന്തോഷം. സത്യമായിട്ട് നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളെ വളരെ ഫോർമൽ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു മനുഷ്യൻ ശരിക്കും. എനിക്ക് അതാ ഇഷ്ടം ശരിക്കും. അല്ലെ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കഴിക്കുകയും പിടിക്കും. ഫോർമൽ ആവുക മസിൽ പിടിക്കുന്നൊക്കെ നോക്കുകയല്ല. നമുക്ക് ഇച്ചിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെക്കുന്നത് തന്നെയല്ലേ അല്ലേ നല്ലത്. അത് ശരിയാ. ഇപ്പൊ ഈ ഡയറക്ഷനിലേക്ക് വന്ന സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സർ? സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ എന്തായാലും നമുക്ക് ഫുൾ ടൈം. ഞാൻ ഒരിക്കലും എനിക്കൊരു ഫുൾ ബൈൻഡഡ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ കൂടെ ഇരുന്ന് അത് നമ്മുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ത്രെഡൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും എഴുതാൻ പറ്റുന്ന അല്ല കമേഴ്ഷ്യൽ മൂവി ചെയ്യുള്ളൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രശ്മി എങ്ങനെ ഫിലിമിലേക്ക് വന്നേ? കൂടുതലും ഞങ്ങളൊക്കെ കാണുന്ന ടിവിയിലാണ്. പൂക്കൾ അതെല്ലാം ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സിനിമ ഓഫേഴ്സ് ആ സമയത്ത് വന്നപ്പോൾ ചെയ്യുന്നില്ല എന്ന് വെച്ചു. കാരണം ഈ പറയുന്ന പോലെ എനിക്ക് ആ വാസ്റ്റ് ക്യാൻവാസിന് ഇങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലായിരുന്നു.
കല്യാണത്തിന് ശേഷമാണ് സത്യനന്ദിക്ക സാറിൻ്റെ മൂവിയിലേക്ക് ഒരു ഓഫർ വന്നപ്പം അച്ഛനാ പറഞ്ഞത് രശ്മിക്ക് താല്പര്യമാണെങ്കിൽ പോയി ചെയ്തോളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വിളിച്ച് ചോദിച്ചത്, സാർ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ എൻ്റെ അസോസിയേറ്റ് എന്തായിരുന്നു, അങ്ങനെ വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ അതെൻ്റെ ഭാര്യയാണ്. അങ്ങനെ കയറിയതാ അല്ലേ? ഓക്കെ. രശ്മിക്ക് ഏതാ ഇഷ്ടം, സീരിയലാണോ കംഫർട്ട് ഫിലിമിൽ ചെയ്യാന്ന്? രണ്ടും രണ്ട് രീതിയിലാണല്ലോ. സീരിയലാകുമ്പോൾ ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ പോയി നമുക്ക് രാത്രി വീട്ടിലേക്ക് വരാം. പിന്നെ സീരിയലിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഫിലിമിൽ നമുക്ക് അങ്ങനെ ഒരു അത്ര നോട്ടീസബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ ചുരുക്കം. ഹീറോയിൻസിന് പോലും കുറവാണ്. പിന്നെ ബാക്കിയുള്ള കാര്യം അപ്പൊ നമുക്കൊരു പെർഫോമൻസ് വൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിരിക്കുന്നത് കൂടുതലും സീരിയൽസാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫെക്ഷൻ എന്ന് പറയുമ്പോൾ സീരിയലിനോടാണ് കൂടുതൽ. അപ്പം ഏറ്റവും നല്ലൊരു കഥാപാത്രം ചെയ്യാൻ രശ്മിക്ക് ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനത്തെ ആയിരിക്കും മനസ്സിലുണ്ടാവുന്ന ഒരു അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒന്നുമില്ല. ഏത് ക്യാരക്ടർ ആണെങ്കിലും അതിനൊരു സബ്സ്റ്റൻസ് ഉള്ള ക്യാരക്ടർ ആയിരിക്കണം. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എങ്ങനെയാണെങ്കിലും ആവാം, പക്ഷെ നോട്ടീസബിൾ ആയിരിക്കണം നമ്മൾ, അത്രേ ഉള്ളൂ. ഓക്കെ. ആസ് എ ഡയറക്ടർ എന്നൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മോസ്റ്റ്ലി ഡയറക്ടേഴ്സ് എല്ലാം ഹീറോസിനെ ഏറ്റവും ഒക്കെ പിടിച്ച് ഹീറോ അതാ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫിലിം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. വരുന്ന പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്ററിൽ വരണം, ആളുകൾ കാണാൻ പോകണം. ഇന്നിപ്പം ഞാൻ പറയാം, എത്ര നമ്മൾ സ്ത്രീകളുടെ കഥാപാത്രം, സ്ത്രീ കഥാപാത്രം വരണമെന്ന് ആഗ്രഹിച്ചാലും ഇന്ന് ഫാമിലിയായിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരു വീട്ടമ്മ ചേട്ടനോട് ചോദിക്കുന്നത് ആരാ ചേട്ടാ നായകൻ എന്നേ ചോദിക്കുള്ളൂ, അല്ലേ? അപ്പം നായകൻ എന്ന് പറയുന്ന ഒരാളെ കാണാനായിട്ട് സിനിമ കാണാൻ വരുന്ന ഒരു പ്രവണത ഉള്ളിടത്തോളം കാലം ഹീറോസിന് ശരിയാ. ഞാൻ അത് ഒരു പാട്ട് വരെ സമ്മതിക്കാം. പക്ഷെ നമ്മുടെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വിദ്യാ ബാലൻ ഹീറോയിൻ അങ്ങനത്തെ ഒന്നോ രണ്ടോ സിനിമകൾ വരും, റെയറാണ്. ഞാൻ പറഞ്ഞത് ഒരു കണ്ടിന്യൂഷൻ പോലെ ഇങ്ങനെ വരാൻ ഉള്ള ഒരു സാധ്യത കുറവാണ്. ഇടയ്ക്കൊക്കെ ചിലപ്പം ചില സിനിമകൾ വന്ന് ഹീറോയിൻ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ വന്ന് ഹിറ്റാവും. അല്ല, ആസ് എ ഡയറക്ടർ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊടുത്തൂടെ? എനിക്കിപ്പോൾ ധൈര്യമില്ല. അല്ല, അത്രയും നല്ലൊരു എന്താ പറയുക സ്ട്രോങ് സ്ക്രിപ്റ്റ് കിട്ടുവാണെങ്കിൽ ചെയ്യാം. അതിന് ഉള്ള സാഹചര്യം എല്ലാം ഒത്തു വന്നു എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നിടത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെതായ റിസ്കിൽ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. വേണ്ടേ? ഒരു നിർമ്മാതാവ് വരുമ്പം അദ്ദേഹത്തിനെയും കൂടി നോക്കിയിട്ടല്ല നമ്മളൊരു സിനിമ ചെയ്യാം. എത്ര നമ്മൾ ഇന്നും ഞാൻ പറയാം, എത്ര നമ്മൾ ഈ സിനിമ ഞാൻ കലാപരമായി ചെയ്യണം അതാണ് ഇതാണെന്ന് പറഞ്ഞാലും കാശ് മുടക്കുന്ന ആൾക്ക് ആ മുടക്കുന്ന കാശ് തിരിച്ചിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് എല്ലാവരും വരുന്നത്, അല്ലേ? ഇല്ലെങ്കിൽ വലിയ അനാഥാലയത്തിന് കൊടുത്താൽ പോരാ. അത് ശരിയാ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ കാര്യം എന്നാന്നറിയോ, ഇപ്പൊ നമ്മുടെ എന്ന് സ്വന്തം മൊയ്തീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് പക്ക ഒരു ലവ് സ്റ്റോറിയാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ അതേപോലെ അതിൽ ഹീറോ എന്ന് പറയുന്ന ഒരാളുണ്ട്, പൃഥ്വിരാജ്. അപ്പൊ ഇനിഷ്യലായിട്ട് വന്ന് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വലിച്ചുകൊണ്ട് വരാനുള്ള മെയിൻ ഘടകം അതിനകത്തുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം ആ സിനിമ നന്നാവുമ്പോൾ പിന്നെ പബ്ലിസിറ്റി ആവും. ഇത് തിയേറ്ററിൽ വരാനേ ആളില്ലെങ്കിൽ പിന്നെ എത്ര നല്ല സിനിമ ചെയ്തിട്ടും കാര്യമില്ല. എത്രയോ നല്ല സിനിമകൾ ആളുകൾ നോട്ടീസ് ചെയ്യാതെ പോയിട്ടുണ്ട്. അവസാനം നമ്മൾ ടി വിയിൽ വരുമ്പോൾ അയ്യോ ഇത് നല്ല സിനിമയാണല്ലോ, അതെന്താ ആളുകൾ ഇഷ്ടപ്പെടാൻ ഞാൻ തോന്നുന്നു. ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആളുകൾ തിയേറ്ററിൽ വരണമെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ടായില്ല, നായകൻ നായിക അല്ലെങ്കിൽ അതിനുള്ള സെറ്റപ്പ് നോക്കിയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് സിനിമ നന്നാകുമ്പോൾ മാത്രമാണ് നെക്സ്റ്റ് ഡേ കളക്ഷൻ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നത്. അത് കറക്റ്റ്. എല്ലാ ടൈപ്പ് ഓഫ് ഫിലിംസ് ചെയ്യാൻ ഇഷ്ടമാണോ സാറിന്? കോമഡി ആയാലും എല്ലാം ചെയ്യാൻ. അടുത്തപ്പെടുത്ത നായിക ആരാ? അമല പോൾ. ഓക്കെ. രശ്മി ചെയ്യുന്നുണ്ടോ? ഒന്നും തീരുമാനമായില്ല. അല്ല, ചെയ്ത പടത്തില് രശ്മി വേണം, എങ്ങനെ ആ ക്യാരക്ടർ രശ്മി ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പം വന്ന സിനിമയിലൊന്നും അങ്ങനെ തോന്നിയില്ല. രശ്മി ഒന്നും ഇപ്പൊ തോന്നുന്നില്ല. ഫസ്റ്റ് പടത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഞാൻ രശ്മി വിളിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുന്ന ഫസ്റ്റ് പടം ചെയ്തപ്പോൾ രശ്മിയെ വിളിച്ച ഒരു ക്യാരക്ടർ. രശ്മി ആസ് എ ഹസ്ബൻഡ് ഡയറക്ടർ ആയിട്ട് നിൽക്കുന്നത് ഹസ്ബൻഡാ. അപ്പൊ പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതാണല്ലോ ഞാൻ പറഞ്ഞത്, ആക്ഷൻ തന്നെ എനിക്ക് ചിരി വരാൻ തുടങ്ങി. എന്താണ് മനസ്സ് ബാക്കി ആരും അറിയുന്നില്ല. ഇങ്ങനെ ഭയങ്കര മസിലൊക്കെ പിടിച്ചിരിക്കുമ്പോ ഞാൻ നമ്മളെ വീട്ടിൽ കിടന്ന് തുള്ളിയൊക്കെ ഓർമ്മ വരും. അപ്പോഴാണ് ഒരു ആക്ഷൻ അല്ലേ? ആ ലൊക്കേഷനിലെത്തി ഞാൻ പറയും ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും ഉണ്ടാവില്ല. പക്ക പ്രൊഫഷണലിസം ഡയറക്ടർ അത് അത്രയല്ലേ ആവത്തുള്ളൂ അല്ലെ? അവിടെ ഭാര്യ ഇല്ല ഒന്നുമില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിലല്ലേ ട്രീറ്റ് ചെയ്തത്. അതാണ് ആ മസിൽ പിടിച്ചിരിക്കുന്ന കാണുമ്പോഴാണ് ഇതാണല്ലോ ആള് എന്നുള്ള.
ഓക്കെ രശ്മി, അപ്പൊ നെക്സ്റ്റ് ഇയർ തൊട്ട് ഓക്കെ എന്തെങ്കിലും നല്ല പ്രോജക്റ്റ് വരുവാണെങ്കിൽ ഒരു 1-2 പ്രോജക്റ്റ് ചെയ്താൽ കൊള്ളാം കരുതുന്നു. ഡിപ്പെൻസ്. സീരിയൽ ആണെങ്കിലോ? സീരിയൽ ഈ പറയുന്ന പോലെ എല്ലാം ട്രിവാൻഡ്രം ബേസ്ഡ് ആണല്ലോ. അപ്പൊ എനിക്ക് അത്ര ദിവസം ഒന്നും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. പിള്ളേരെ നോക്കണ്ടേ, അങ്ങനെ പറ്റത്തില്ല. അപ്പൊ പിള്ളേരോട് ഇപ്പം വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി തോന്നുന്നു. അത് ശരിയാ. കാരണം ഒരു ദിവസമൊക്കെ മാറിയപ്പോൾ മോൻ ഈ ഇടയ്ക്ക് ഒരു ഇത് ചെയ്യാൻ പോയി, ഒരു ആഡിന്റെ ഷൂട്ടിന് പോയി. നമുക്ക് ആകെ കൂടി ടെൻഷനാ. ഞാൻ പറയുകയും ചെയ്തു, ഇത്രയും നാളൊന്നും ഇതില്ല. പോയി തിരിച്ച് വരുന്നവരെ നമുക്ക് ഓൺ ദ വേ യാത്ര രാത്രിയായിരുന്നു. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫോൺ വിളിച്ച് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ അമ്മ എന്തിനാ ഈ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വിളിക്കുന്നത്? പിന്നെ വിചാരിക്കും ആൺകുട്ടികളല്ലേ, അങ്ങനെ തനിയൊക്കെ ചെയ്ത് പഠിക്കണമല്ലോ. എന്നാലോടോ നമ്മളൊക്കെ അമ്മമാരല്ലേ, നേച്ചർ പോകത്തില്ല. അവന്മാർ ഒരു മൈൻഡും ഇല്ലായിരിക്കും. ഇവരെവിടെയും 5 തവണ വിളിച്ചാൽ ഒരിക്കൽ ഫോൺ എടുക്കുക. പക്ഷെ നമുക്കത് തോന്നത്തില്ല. നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് പിള്ളേർ നമ്മളില്ലെങ്കിൽ എന്താവും എന്നുള്ളതൊക്കെ ചിന്തിക്കും. അല്ല, അവർ വിചാരിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും കുട്ടിയാണെന്നാ വിചാരം എന്നുള്ള ധാരണ അവർക്ക്. വിളിക്കാതിരിക്കുമ്പോഴേ അവരെന്തോ വലിയ ആളുകളായി എന്നുള്ള ഒരു ഭാവം അവരുടെ ഉള്ളിലാണ്. നമ്മൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവർ പിന്നെയും ചോദിക്കുന്ന ഇതാണ്, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ ഇത്ര ആയില്ലേ എന്നാ ചോദിക്കുന്നത്. സത്യം. പക്ഷെ നമുക്കത് തോന്നുന്നില്ലല്ലോ, അവനിനി എത്ര വലുതായാലും നമുക്ക് കുട്ടികളല്ലേ. അതെ സാർ. പുതിയ പടത്തിന്റെ ഈ അണിയറ പ്രവർത്തകർ ആരൊക്കെയാണ്? സ്ക്രിപ്റ്റ് വൈ.വി. രാജേഷ്, നമ്മൾ റോമൻസ് എഴുതിയ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് ഉസ്മാൻ, എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുന്നു. ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിട്ട്. ലൊക്കേഷൻ കൊടൈക്കനാലും ഉണ്ട്, എറണാകുളം ബേസ് ആയിരിക്കും. എറണാകുളം ബേസ്. ഓക്കെ. എന്തായാലും ഇവിടെ വന്ന് എന്റെ ഡ്രാഗൺ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് നല്ലതാണ്. അല്ല സാറിന് പ്രോഗ്രാമിൽ വന്നത് കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് നല്ലതാണ്. താങ്ക് യു. ഈ പ്രോഗ്രാമിന് ഇവിടെ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മളോട് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ രശ്മി പറഞ്ഞു. ആസ് എ ഡയറക്ടർ, ആസ് എ ഹസ്ബൻഡ് എന്തെല്ലാം ചെയ്യുന്നത് നോക്കിയേ. അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാക്കി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ലക്ഷ്മിയായിട്ട് തന്നെ നമ്മളോട് എല്ലാ കാര്യവും പറഞ്ഞു തന്നു. ഇവിടെ വന്നതിന് നമുക്ക് അവർക്ക് വേണ്ടി സ്പെഷ്യൽ താങ്ക്സ് പറയാം. ഞാൻ പറഞ്ഞു, എന്നാലും നമുക്ക് പറയേണ്ട ഒരു ഫോർമൽ വാക്കാണ്, പക്ഷെ എന്നാലും ഫോർമലായിട്ട് എടുക്കണ്ട കേട്ടോ.